ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും വിശേഷം എന്തൊക്കെയാണ്? ഞാൻ അൽഹംദുലില്ലാ റാഹത്താണ്, സുഖമാണ്, സന്തോഷത്തോടെ പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ രാവിലെ എണീറ്റ് മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. രാവിലെ കുട്ടികൾ സ്കൂൾക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അതൊരു ബഹളവും ഒരു പാച്ചിലും ആകെ കൂടി ആക്കാറ് കേട്ടോ. നമുക്ക് നേരെ എന്താ പറയുക, രാവിലെ ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ ഓലൊന്ന് പോയതിന് ശേഷമുള്ള നമുക്ക് നേരെ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഇന്ന് രാവിലത്തെ തന്നെ റയു ബേബി ആകെ തല്ലോടിങ്ങാണ്ട് നിൽക്കാട്ടോ. ഉമ്മയാണ് കിഴങ്ങുണ്ടാക്കിയത്. ഞാൻ നീറ്റ് വന്നപ്പോഴത്തേന് ഉമ്മ കിഴങ്ങൊക്കെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ. ഉമ്മ കിഴങ്ങുണ്ടാക്കി ചിലപ്പോൾ അതെന്താ പറയുക കരിയും, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കുക എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് സംഭവിക്കും കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് എന്താ പറയുക, റയു ബേബി കരിഞ്ഞത് കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞ് കരച്ചിൽ തന്നെയാണ് കേട്ടോ. പക്ഷെ ഞാൻ എങ്ങനെ ഓന് എന്ത് കാര്യം പറഞ്ഞാലും ആ വാശി ഞാൻ നടത്തി കൊടുക്കലില്ല. ഇനി കരിഞ്ഞതാണെങ്കിലും എന്താ പറയുക, കരിഞ്ഞിട്ടില്ല കേട്ടോ, ജസ്റ്റ് അതൊന്നിങ്ങനെ കളറ് മാറിയിട്ടുള്ളൂ. അപ്പം ഞാൻ ഓനോട് ഇത് കഴിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നിട്ട് പിന്നെ എന്താ പറയുക കൊണ്ടുപോകില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ അതന്നെ ആക്കി കൊടുത്തത്. കരഞ്ഞിട്ടൊന്നുമില്ല, ടേസ്റ്റ് ഒന്നും കുഴപ്പമില്ല കേട്ടോ. അത് ചട്ടി ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ചൂട് തട്ടിയിട്ടൊന്ന് കരിഞ്ഞ ഒരു പോലെ ഉണ്ടാവില്ല, അത് കണ്ടിട്ടാണ് ഓൻ പറയുന്നത്. പിന്നെ എനിക്ക് വേറെ ഉണ്ടാക്കി തരാൻ കിഴങ്ങ് കൊടുന്നു കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ ആ വാശിക്കൊന്നും നിൽക്കലില്ല, കിഴങ്ങും ഒക്കെ ആക്കി കൊടുത്ത് പിന്നെ ബുക്കൊക്കെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ട് ഓനങ്ങനെ റെഡി ആയിട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഷേജു ബേബിക്ക് ഫുഡ് കൊടുത്തു. പിന്നെ റയ്യു ബേബി പോയതിൻ്റെ ശേഷം കേട്ടോ പിന്നെ കളറാണ്, അതുകൊണ്ട് പിന്നെ നേരത്തെ തന്നെ കളർ ഡ്രസ്സ് ദിവസം ചോദിക്കൂട്ടോ, കളർ ഡ്രസ്സാണോ എന്ന് കേട്ടോ. ഞാൻ പറയും ബുധനാഴ്ച മാത്രമേ ഉള്ളൂ കളർ ഡ്രസ്സ് എന്നിട്ടോ. അങ്ങനെ ഞാനും ഉമ്മയും ഫുഡൊക്കെ കഴിച്ചിട്ടോ. പിന്നെ ഇതാ ഉമ്മ പുറത്ത് വെച്ചിട്ടാട്ടോ പാത്രം കഴുകണത്. എല്ലാ പാത്രവും ഇല്ല, ചില പാത്രം കേട്ടോ. അങ്ങനെയുണ്ട് നമ്മളെ ഉമ്മാക്ക് എന്താ പറയുക, കുറച്ച് വൃത്തി കൂടിയ ടീമെന്ന് പറയില്ല, അതന്നെ പറയണം. ഞാൻ പറയും ഇപ്പോൾ സിങ്ക് ഉണ്ടാക്കിയത് എന്തിനാണ്, അതിൻ്റെ ഉള്ളിൽ കഴുകാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ, അല്ലെങ്കിൽ ഇത് എന്തിനാണ് ഉണ്ടാക്കുന്നത് അതിനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ തറക്കി കൂട്ടോ. പക്ഷെ എന്താ പറയുക, ആളെന്താ പറയുക, അങ്ങനെ പുറത്ത് ഇരുന്ന് ഇതാക്കിയിട്ട് സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല കഴുകല്ല കേട്ടോ, നല്ല വൃത്തിയിലാണ്. പിന്നെ ഇത് ഞമ്മക്കും എന്താ പറയുക ആഗ്രഹം ഇല്ലാണ്ടല്ല, പക്ഷെ എന്താ പറയുക ഇപ്പോഴത്തെ ഈ കുട്ടികളെ പിന്നാലെ പാച്ചിലും കുട്ടികളെ പിന്നാലെ ഓരോ ഇതൊക്കെ ആവുകൊണ്ട് നേരെ ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്കും എന്താ പറയുക പാത്രമൊക്കെ പുറത്തൊക്കെ വെച്ചിട്ട് കഴുകും ഇതാക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ അങ്ങനെ അടിച്ചോരി ചുറ്റോടും റൂമുകളൊക്കെ അടിച്ചോരിയിട്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നേരെ നീറ്റാക്കി മടക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ തുടക്കാൻ നിന്നിട്ടോ. കണ്ടില്ല ഷേജു ബേബി എൻ്റെ പിന്നാലെ ചുറ്റിപ്പറ്റിയിട്ട് നിന്നിട്ടോ. പിന്നെ എന്താ പറയുക വാതിലിന്ന് അനങ്ങി പോയിട്ട് എന്താ പറയുക തൂങ്ങി കളിക്കലാട്ടോ. രണ്ടാളും പണി ഉമ്മമാരെ തൊണ്ണൂറിലത് കേട്ടാലും പിന്നെ അത് ചെയ്യും കേട്ടോ. നമ്മൾ പെട്ടെന്ന് നായ്ക്കളൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക അങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പം ഇപ്പോൾ എന്താ പറയുക ഓലെക്കൊണ്ടല്ല ബുദ്ധിമുട്ട്, ഇവർ രണ്ടാളും 24 മണിക്കൂർ അതിമേ തന്നെയാണ് കേട്ടോ. പിന്നെ ആൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ എൻ്റെ പോലെ എന്തെങ്കിലും കഴിക്കാനുള്ളൊരു വെളിപാട് വരും കേട്ടോ. അപ്പോൾ അവനപ്പം വേണമെന്ന് പറഞ്ഞിട്ട് എടുത്ത് കൊടുത്തിട്ട് അത് കഴിക്കാം കേട്ടോ. പിന്നെ ഈവനിങ് ആയപ്പോൾ പിന്നെ എന്തേലും ഉണ്ടാക്കാനൊരു എന്താ പറയുക ഒരു കൊതിയാണ് കേട്ടോ. അപ്പം നമ്മൾ പഴം വെച്ചിട്ട് പിന്നെ നമുക്ക് മുട്ടി വേണ്ടിട്ടോ. ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക പഴം വാട്ടുക എന്നൊക്കെ പറയില്ല, പണ്ട് എപ്പോഴും നമ്മൾ പഴം വാട്ടിയിട്ട് തേങ്ങ ഒക്കെ ഇടൂലേ, ആ രീതി അല്ലാതെ നമുക്ക് എന്താ പറയുക കുറച്ച് ടേസ്റ്റ് നമുക്കൊന്ന് മാറിയിട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ എപ്പോഴേലും ഈവനിങ് ചായൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ പഴം നല്ല ഇങ്ങോട്ട് പഴുക്കാൻ പറ്റില്ല കേട്ടോ, ഒരു മീഡിയം പഴുപ്പുള്ള പഴം എടുക്കുക. നമ്മൾ എന്നിട്ട് അത് നല്ലോണം കുനുകുനുവിന് നിങ്ങളെ ഇഷ്ടത്തിൽ എങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അരി കേട്ടോ. ഞാൻ ചെറുതാക്കിയിട്ടാണ് അറിയുന്നത്. പിന്നെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വലിപ്പം കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ഇതാക്കട്ടോ. ഇതെന്താ പറയുക, നമ്മൾ ഇടയ്ക്ക് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ എന്നും നമ്മൾ ചിലപ്പോൾ പഴം വാട്ടിയിട്ട് അങ്ങനെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ കഴിക്കൂല. ഇതുപോലെ നമ്മൾ കുറച്ച് അതിൻ്റെ ടേസ്റ്റും രുചിയൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറുമ്പോൾ കുട്ടികൾ കഴിക്കും കേട്ടോ. എനിക്ക് എന്താ പറയുക ഈ നമ്മൾ ചട്ടിയിൽ എണ്ണ ചൂടായിട്ട് അതിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇടാന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് കേട്ടോ. എൻ്റെ പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താ പറയുക ഗ്യാസ് കത്തിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ പേടിക്കും. അതുപോലെ എന്താ പറയുക നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് എന്തെങ്കിലും സാധനം ഇടുമ്പോഴും നമ്മൾ എന്താ പറയുക ഞാൻ ശരിക്കും പേടിക്കും കേട്ടോ. കാരണം പണ്ട് ഒരിക്കലും എന്താ പറയുക ഇതുപോലെ എന്തോ ഒരു കറിക്ക് എന്തോ വേണ്ടിയിട്ട് നമ്മൾ മുളക് ഇങ്ങനെ
തൂമിക്കൂല മുളകിട്ടിട്ട്. അപ്പം അതിന്നൊരു എന്താ പറയുക മുളകിൻ്റെ സംഭവം പൊട്ടിയിട്ട് കണ്ണിക്ക് മേലെ തെറിച്ചിട്ട് അടിയാളം ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം എനിക്ക് എണ്ണയ്ക്ക് എന്തെങ്കിലും ഇടാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് ചട്ടിയിൽ വെളിച്ചെണ്ണ പാർന്ന് വെളിച്ചെണ്ണ ചൂടായാൽ നമ്മൾ കുനുകുനാന്ന് അറിഞ്ഞ പഴം അതിക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കട്ടെ. നല്ലോണം മുറുകണം കേട്ടോ. പഴത്തിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു കളർ മാറിയിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് മാറണം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് എന്താ പറയുക കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കാഷ്യൂനട്ട് ബദാം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം. പിന്നെ ഈത്തപ്പഴം ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈത്തപ്പഴം എന്താണ് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഞാൻ എണ്ണയിലിട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് പിന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ടാണ്. വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുട്ടയാണ് കേട്ടോ. മുട്ട നമ്മൾ പൊട്ടിച്ച് വാരുക, എന്നിട്ട് പാർന്നിട്ട് ജസ്റ്റ് അതൊന്നിങ്ങനെ എന്താ പറയുക നമ്മൾ ഒഴിച്ച പാടെ അങ്ങോട്ട് ഇളക്കല്ല, ജസ്റ്റ് ഒന്നിങ്ങനെ വെന്ത് വരുന്ന ടൈപ്പ് ആകുമ്പോൾ നമ്മളത് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് ഒക്കെ ഇളക്കി കൊടുക്കുക. പിന്നെ ഈ ഇളക്കുമ്പോഴും പഴം വാട്ടുമ്പോഴൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. എന്താ പറയുക പഴം കരിയുന്നുണ്ടോ അല്ലെങ്കിൽ ചട്ടിയുടെ അടി കരിയുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് കരിയണ പോലെ തോന്നിയപ്പോൾ ഞാൻ പഴം വാട്ടിയിട്ട് പിന്നെ തീ ഒന്ന് ഓഫ് ചെയ്തിട്ടു. പിന്നെ മുട്ട പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഓണാക്കിയതാണ് കേട്ടോ. അപ്പം നമ്മളെന്താ പറയുക എന്നിട്ട് പിന്നെ കുറച്ച് തേങ്ങ ഇടുക കേട്ടോ. കുറച്ച് തേങ്ങയും പഞ്ചാരയും പാടി ഇട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ പഴം നല്ലോണം ബ്രൗൺ കളർ ആവണ വരെ വാട്ടുക, ഒരു മുട്ട പൊട്ടിച്ച് പാരുക, കുറച്ച് തേങ്ങ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടാൽ നമ്മളെ സാധനം റെഡി ആയിട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല കേട്ടോ, സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ല. എന്താ പറയുക നമ്മൾ പഴം വാട്ടി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഒന്ന് മാറിയിട്ട് ഒരു വേറെ രുചിയാണ് കേട്ടോ. സേതു ബേബിക്കും റയു ബേബിക്കും ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഉമ്മാക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.